ഇന്നലെ നമ്മൾ പറഞ്ഞു എപ്രകാരമാണ് ലക്ഷ്മി ദേവി സദാ ഭഗവാന്റെ കൂടെ വസിക്കുന്നത് കാരണം, ഭഗവാന്റെ പക്ഷത്തിൽ വസിക്കുന്നത് കാരണം ലക്ഷ്മി ദേവിയെ ആരാധിക്കുന്നതിലും സൗകര്യം നമുക്ക് ഭഗവാനെ ആരാധിക്കുകയാണ്. കാരണം ഭഗവാൻ സന്തോഷിക്കുമ്പോൾ, ഭഗവാൻ നമ്മളിൽ പ്രസാദിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ലക്ഷ്മി ദേവിയുടെ വാസം നമ്മുടെ ഗൃഹങ്ങളിലും അല്ലെങ്കിൽ ഹൃദയത്തിലുണ്ടാവണമെന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാവിധ ഐശ്വര്യങ്ങളും നമുക്ക് വന്നു ചേരുന്നു. ഈ ഒരു കാര്യം പറയുമ്പോൾ അതിന് ഉദാഹരണമായിട്ട് 2 കഥകൾ പറയും. ഒന്ന്, ദശമസ്കന്ധം അവസാനം എത്താനാവുമ്പോൾ പറയുന്നതാണ് ഒരു ബ്രാഹ്മണന്റെ കഥ. നമുക്കറിയാം സുധാമാവ് എന്ന് നമ്മൾ വിളിക്കാറുള്ള ആ ഭക്തോത്തമന്റെ കഥ. പക്ഷെ അത് ഭഗവാൻ വളരെ പ്രായം ചെന്ന് അല്ലേ ആ ദ്വാരകയിൽ വസിക്കണ, ദ്വാരകാധീശനായിട്ട് വസിക്കുന്ന കാലത്തെയാണ്. അത്രയൊന്നും സമയമാവാതെ തന്നെ ഭഗവാൻ ഉണ്ണിയായിട്ടിരിക്കുന്ന സമയത്ത് ഒരു അമ്മയെ അനുഗ്രഹിച്ചിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന ഭാവമാണ്, ഭഗവാൻ മെല്ലെ മെല്ലെ നടക്കാനും ഓടാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. ഒരു ദിവസം ഒരു അമ്മ അവിടെ പഴം വിൽക്കാൻ വേണ്ടി വന്നു എന്നാണ്. അങ്ങനെ പഴം വേണോ എന്ന് ചോദിച്ചിട്ട് അമ്മ വന്ന സമയത്ത് ഭഗവാന് കൗതുകം തോന്നിയെന്നാണ്. ഭഗവാൻ ഓടി പുറത്തേക്ക് വന്നു. അപ്പോൾ ഉണ്ണിക്ക് പഴം വേണോ, ഭഗവാനെ കണ്ട തന്നെ അത്രയും ആനന്ദം അവർക്ക് അല്ലേ. അപ്പോൾ പഴം വേണോ എന്നിങ്ങനെ വാത്സല്യത്തോടു കൂടി ചോദിച്ചപ്പോൾ ഉണ്ണി കൈ നീട്ടി കാണിച്ചു എന്നാണ്. അപ്പോൾ എന്നാൽ പഴം കൊടുക്കാന്നുള്ള ഭാവത്തിൽ. അപ്പോൾ ഭഗവാൻ ഒരു പഴയ കയ്യിൽ കൊള്ളുള്ളൂ, എന്നാലും ആ കയ്യിൽ ഒതുങ്ങണ പോലെ 1-2 പഴം വെച്ച് കൊടുത്തു. പിന്നെ ആ ഭഗവാന്റെ പുഞ്ചിരിയും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ അവളുടെ കൊട്ടയിലുണ്ടായിരുന്ന എന്തൊക്കെ പഴം ബാക്കിയുണ്ടായിരുന്നു അത് മുഴുവൻ ഭഗവാന്റെ മുന്നിൽ അങ്ങോട്ട് സമർപ്പിച്ചു എന്നാണ്. ഭഗവാന് സന്തോഷമായി എന്നാ, ഭഗവാൻ ഉള്ളിലേക്ക് ഓടിയെന്നാ. എന്താന്ന് വെച്ചാൽ അമ്മ ഇങ്ങനെ കാണിക്കുന്നത് കണ്ടിട്ടുണ്ടേ, എന്തെങ്കിലും വാങ്ങിക്കഴിഞ്ഞാൽ അതിന് പകരം നെല്ലും ധാന്യമൊക്കെ ആയിട്ട്, അന്ന് അങ്ങനെയാണല്ലോ. അപ്പം അങ്ങനെ കൊടുക്കണത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇവൾക്ക് കൊടുക്കണമല്ലോ പ്രതിഫലം, അതിന് വേണ്ടിയിട്ട് ഉള്ളിലേക്ക് ഓടിയിട്ട് ഭഗവാൻ കയ്യിൽ കുറച്ച് നെല്ലും അരിയൊക്കെ എടുത്തു എന്നാണ് പറയുന്നത്. എടുത്തിട്ട് ഉള്ളിലേക്ക് ഓടി വരുമ്പോഴേക്കും കുഞ്ഞി കൈയല്ലേ, ആ കയ്യിൽ എത്ര ഒതുങ്ങും ഒന്ന് ചിന്തിച്ച് നോക്കൂ. ആ കയ്യിൽ ഒതുങ്ങണ ആ ഒരു 10 മണി, അതിൽ തന്നെ ആ ഓടി വരുന്ന സമയത്ത് കുറേ കൊഴിഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പം കയ്യിൽ ആ വിയർപ്പിൽ ഒട്ടി നിൽക്കണ 1-2 മണി മാത്രമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. എന്നാലും ഭഗവാൻ ആ ഒരു സന്തോഷം, ഒരു തൃപ്തിയോടുകൂടി അവളുടെ കൊട്ടയ്ക്ക് അതങ്ങോട്ട് കുടഞ്ഞു എന്നാണ്. 1-2 ധാന്യമണി അത്രേ വീണിട്ടുള്ളൂ. അവൾക്ക് അതിനൊരു വിഷമവും ഒന്നുമില്ല. ആ ഉണ്ണിയുടെ ആ ഭാവവും ആ കളിയൊക്കെ കൂടി കണ്ടിട്ട് അവൾ അത് സന്തോഷത്തോടു കൂടി സ്വീകരിച്ച് ആ ഉണ്ണിയെ തന്നെ മനസ്സിൽ, കണ്ണനെ തന്നെ മനസ്സിൽ ചിന്തിച്ചും കൊണ്ട് തിരിച്ചു പോയി എന്നാണ്. വീട്ടിലെത്താനായ സമയത്താണ് ഈ കൊട്ട താഴേക്ക് വെക്കുമ്പോഴേക്കും ഭയങ്കര ഭാരം. എന്താണാവോ ഇത്ര ഭാരം എന്ന് വിചാരിച്ചിട്ട് ഒരാളെ സഹായത്തിനൊക്കെ വിളിച്ചിട്ടാണ് അതൊന്ന് താഴേക്ക് വെച്ചതെന്നാണ്. വെച്ചിട്ട് കൊട്ട തുറന്ന് നോക്കിയപ്പോൾ അതിൽ നിറയെ അമൂല്യമായ രത്നങ്ങൾ ഒക്കെ കണ്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ ഭഗവാൻ അനുഗ്രഹിച്ചതാണ്. അവൾ ഒന്നും ആഗ്രഹിക്കാതെ ഭഗവാൻ സന്തോഷിക്കണേന്ന് കരുതി കൊടുത്തപ്പോൾ അവൾക്ക് എന്തായിരുന്നു ആവശ്യം അത് അറിഞ്ഞ് ഭഗവാൻ അനുഗ്രഹിച്ചു എന്നാണ്. അത്രയും വാത്സല്യമാണ് ഭഗവാന്. നമ്മൾ പൂർണ്ണമായിട്ട് ഒന്നും ആഗ്രഹിക്കാതെ ഭഗവാന് സമർപ്പിക്കുക മാത്രമേ വേണ്ടുള്ളൂ. ബാക്കിയൊക്കെ നോക്കേണ്ട ഉത്തരവാദിത്വം ഭഗവാന്റെയാണെന്ന് കാണിച്ചു തരികയാണ്. ഹരേ കൃഷ്ണ.